ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നൊരു ഫിൽറ്ററിൻ്റെ സാൻഡ് ഫില്ലിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഇന്ന് സാൻഡ് ഫില്ല് ചെയ്യുന്നത് ഹെവാർഡ്സിൻ്റെ S210T എന്നൊരു മോഡലാണ് നമ്മൾ ഇന്ന് സാൻഡ് ഫില്ലിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം സാൻഡ് വേണം എന്നുള്ളതിൻ്റെ ക്വാണ്ടിറ്റി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, 91 kilograms. ഓക്കെ, അപ്പോൾ 45 കിലോൻ്റെ 2 ബാഗാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്തവണയും ബാബു തന്നെയാണ് നമ്മുടെ മെയിൻ ടെക്നീഷ്യൻ. ഇതൊരു ചെറിയൊരു ഫിൽറ്റർ ആയതുകൊണ്ടാണ് ബാബുവിന് വേറെ ഹെൽപ്പറൊന്നും ആവശ്യമില്ലാത്തത്. ബാബു പതുക്കെ എല്ലാ വാൽവ്സിൻ്റെയും ആ യൂണിയൻ അഴിച്ച് മൾട്ടിപോർട്ട് വാൽവ് അത് ഡിസ്മാൻഡിൽ ചെയ്യുകയാണ്. വാൽവൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം ആ യൂണിയൻ അഴിച്ചിട്ട് മൾട്ടിപോർട്ട് വാൽവ് ഇപ്പോൾ ഫിൽറ്ററിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം മൾട്ടിപോർട്ട് വാൽവിൻ്റെ ഫ്ലാഞ്ച് ക്ലാമ്പ് റിമൂവ് ചെയ്യുകയാണ്. ഇത് മൾട്ടിപോർട്ട് വാൽവിനെ ഫിൽറ്ററിൽ നിന്ന് പൂർണ്ണമായും ഡിസ്കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മൾട്ടിപോർട്ട് വാൽവ് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് സാൻഡ് ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബാബു വളരെ സാവധാനമാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോയുടെ ദൈർഘ്യം ഒരല്പം കൂടുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒരല്പം സ്പീഡിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ബാബു അതൊക്കെ ചെയ്യുന്നത്. MPV ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഫിൽറ്ററിൻ്റെ ഇൻസൈഡ് പാർട്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് അതിൻ്റെ ലാറ്ററൽ സെറ്റ് അസംബ്ലി വിത്ത് സെൻട്രൽ പൈപ്പ്. ഈ സെൻട്രൽ പൈപ്പാണ് വാട്ടറിൻ്റെ ഫ്ലോ പോകുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഐറ്റംസ് ഒന്നുമില്ല. ഇതാണ് ഫിൽറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന പാർട്സ്. ഈ ഫിൽറ്റർ സെറ്റ് അസംബ്ലി ഫിൽറ്ററിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ പ്ലേസ് ചെയ്യുക. കാരണം ഇതിന് വേറെ സപ്പോർട്ടുകളൊന്നുമില്ല. ഇത് സാൻഡ് ഫില്ല് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സപ്പോർട്ടായിട്ട് അത് പ്രോപ്പറായിട്ട് ഫിറ്റിങ്സ് ആവുക. അപ്പോൾ ഫിൽറ്ററിൻ്റെ ഫ്ലോ, വാട്ടർ ഫ്ലോ ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും കറക്റ്റ് സെൻറ്ററിൽ തന്നെ അത് പ്ലേസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതാണ് ബാബു ചെക്ക് ചെയ്തത്, കറക്റ്റ് സെൻറ്ററിലാണോ എന്നാണ് നോക്കുന്നത്. പിന്നെ ഈ ലാറ്ററൽ കറക്റ്റ് സെൻറ്ററിലാണോ പ്ലേസ് ചെയ്തത് എന്നറിയേണ്ട വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇതൊരു സാൻഡ് ഷീൽഡാണ്. ഇത് ഫിൽറ്ററിൻ്റെ കൂടെ കിട്ടുന്നതാണ്. സാൻഡ് ഫില്ല് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മാനുഫാക്ചർ തന്നെ സപ്ലൈ ചെയ്യുന്നതാണ്. ഈ സാൻഡ് ഷീൽഡ് നമ്മൾ വയ്ക്കുമ്പോൾ അത് ഫിൽറ്ററിൻ്റെ മൗത്തിന് കറക്റ്റ് സ്യൂട്ടബിളായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഈ സാൻഡ് ഷീൽഡിൽ നമ്മൾ പൈപ്പ് കണക്ട് ചെയ്തിട്ട് ഈ സാൻഡ് ഷീൽഡ് കറക്റ്റ് ഇറക്കി വയ്ക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഈ ഫിൽറ്ററിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും വരിക. ഈ സാൻഡ് ഷീൽഡ് എന്ന് പറയുന്ന ഒരു കാർഡ്ബോർഡ് പീസാണ്. അതിൻ്റെ ബോട്ടത്തിൽ ഒരു പൈപ്പ് പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്പണിങ്സ് ഉണ്ടാവും. അല്ലാതെ വേറെ ഒന്നുമില്ല, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് ഒരു പിരമിഡ് ഷേപ്പിൽ നമുക്കൊരു ഇത് വെച്ചിട്ടുണ്ടാകും. അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും ലാറ്ററലിൻ്റെ പ്ലേസ്മെൻറ്റൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള കേസ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സാൻഡ് ഫില്ലിങ്ങിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ബാബു ചാക്ക് പൊട്ടിക്കുന്നുണ്ട്. ചാക്ക് പൊട്ടിച്ചിട്ട് ഇടാം. നമുക്ക് ഇതൊരു ചെറിയ ഫിൽറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവലിൻ്റെ ആവശ്യമില്ല, സാൻഡ് മാത്രം മതി. വലിയ ഫിൽറ്ററൊക്കെ ആകുമ്പോൾ ആ ലാറ്ററലിൻ്റെ ബേസ് വരെ ഗ്രേവൽ ഫില്ല് ചെയ്യും. ഗ്രേവൽ ഫില്ല് ചെയ്തിട്ട് അതിന് മുകളിൽ മാത്രമാണ് നമ്മൾ സാൻഡ് യൂസ് ചെയ്യുക. ഇതിപ്പോൾ സാൻഡിൻ്റെ സൈസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, 0.5 to 0.8 mm. 90 കിലോ ആണ് കൊടുത്തിരിക്കുന്നത്, 91 കിലോ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 45 കിലോൻ്റെ 2 ബാഗ് യൂസ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ അത് ഒരു കിലോൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അത് വലിയ പ്രശ്നമില്ല, കാരണം ചെറിയൊരു ഗ്യാപ്പ് ആവശ്യമുള്ളതുകൊണ്ടാണ് അത് നമ്മളിങ്ങനെ ഈ പറഞ്ഞ കൃത്യം അളവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 45 കിലോൻ്റെ ബാഗ് പൊക്കിയിടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ബാബു ഒരു ബക്കറ്റിലേക്ക് ആക്കിയിട്ട് കുറേ ചെറിയ ക്വാണ്ടിറ്റി ആക്കി ബക്കറ്റിൽ ഫില്ല് ചെയ്തിട്ട് സാൻഡ് ഫിൽറ്ററിലേക്ക് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ ഫില്ല് ചെയ്യുമ്പോൾ ആ പൈപ്പിലേക്ക് സാൻഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സാൻഡ് ഷീൽഡ് ആദ്യം പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് ഇടാം. ആ പൈപ്പിൻ്റെ ഉള്ളിൽ സാൻഡ് പോകില്ല. ആ ധൈര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് 45 കിലോൻ്റെ ബാഗ് പൊക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്ലോട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ബാബു ഒറ്റയ്ക്കാണ്, വേറെ ഹെൽപ്പറും ഇല്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ബാബു കുറച്ച് ചെറിയ ചെയ്ത് ഞാൻ പറഞ്ഞു പതുക്കെ ചെയ്താൽ മതി, നമുക്കിതൊരു വീഡിയോൻ്റെ പർപ്പസിന് ചെയ്യുന്നതുകൊണ്ട് വളരെ സാവധാനം ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ടാണ് ബാബു അങ്ങനെ ചെയ്യുന്നത്. 2 ബാഗ് സാൻഡ് മൊത്തം പൊട്ടിച്ച് ഇതിനകത്തേക്ക് നേരെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സാൻഡ് ഫില്ല് ചെയ്തതിന് ശേഷം അത് പതുക്കെ ഒന്ന് ലെവൽ ചെയ്യുക, നമ്മൾ കൈയിട്ട് തന്നെ പതുക്കെ ഒന്ന് ലെവൽ ചെയ്യുക. ബാബു അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം പതുക്കെ ഒരു തുണിയൊക്കെ എടുത്തിട്ട് ആ സാൻഡൊക്കെ ഒന്ന് സൈഡൊക്കെ ഫിൽറ്ററിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിന് ശേഷം നമുക്ക് ഈ എത്രത്തോളം സാൻഡ് ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ആ ഫിൽറ്ററിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ അത്രയും കിലോഗ്രാം സാൻഡ് മാത്രം ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഫിൽറ്ററിൻ്റെ ബാക്കിൽ കുറച്ച് സ്പേസ് കാണാൻ പറ്റും. ഫിൽറ്റർ അതിൻ്റെ ടോപ്പ് ടു സാൻഡ് ഫില്ല് ചെയ്ത ഏരിയ വരെ അത്രയും ഏരിയയിലാണ് ആഫ്റ്റർ ഫിൽട്രേഷൻ വെള്ളം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഏരിയ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതിനുശേഷം നിങ്ങൾ ബാക്കി മൾട്ടിപോർട്ട് വാൽവ് വീണ്ടും റീഫിക്സ് ചെയ്യുക. അപ്പോൾ ബാബു ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത് മൾട്ടിപോർട്ട് വാൽവ് റീഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം മൾട്ടിപോർട്ട് വാൽവ് അതിൻ്റെ മുകളിൽ വെച്ചു. അതിനുശേഷം ആദ്യം ജസ്റ്റ് യൂണിയനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതാണ് ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യൂണിയനിലേക്ക് മാറ്റിയിട്ട് യൂണിയൻ ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഫ്ലാഞ്ച് ക്ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യും. ഫ്ലാഞ്ച് ക്ലാമ്പ് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂണിയൻ ഇട്ടിട്ട് യൂണിയനൊക്കെ ടൈറ്റ് ചെയ്ത് ഫുൾ സെറ്റാണോ എന്നുള്ള രീതിയിൽ നോക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഞാനത് തിരുത്തി ചെയ്യുന്നതാണ്. അപ്പോൾ സാൻഡ് ഫിൽറ്ററിൻ്റെ ഈ ഒരു സാൻഡ് ഫില്ലിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക്, ഒരു ഷെയർ, ഒരു കമൻറ്റ് തരിക. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറെ സ്വിമ്മിംഗ് പൂളിൻ്റെ വേറെ ഏതൊക്കെ പാർട്സിനെ പറ്റി എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.